എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷകരമായിട്ടൊരു വാർത്ത അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും കോടാലി കടമ്പോട് കാവുങ്ങൽ വീട്ടിൽ സിൽജോ ജോൺസി ദമ്പതികളുടെ മൂത്ത മകൻ പാമ്പ് കടിയേറ്റ് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇത്രയും ദിവസം 10 വയസ്സുകാരൻ പയ്യൻ ജീവൻ നിലനിർത്തി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിന് ഫലമുണ്ടായിരിക്കുന്നു. ആ കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയിരിക്കുന്ന വിവരമാണ് നിങ്ങളെ ഇപ്പോൾ അറിയിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് വന്നിട്ടുള്ള ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത്, ഇന്ന് ഞങ്ങളുടെ മൾട്ടി ഡിസിപ്ലിനറി ടീം നടത്തിയ പുനർമൂല്യ നിർണ്ണയത്തിൽ രോഗിക്ക് കാര്യമായ ക്ലിനിക്കൽ പുരോഗതി പ്രകടമായി. വെന്റിലേറ്ററിന്റെ പിന്തുണയിൽ നിന്നും അനോഷിനെ വിജയകരമായി മാറ്റാൻ സാധിച്ചു. അനോഷിന്റെ സുപ്രധാന പാരാമീറ്ററുകളും ശ്വസന രീതിയും നിലവിൽ സ്ഥിരതയുള്ളതും തൃപ്തികരവുമാണ്. ഓറൽ സിപ്സ്, അത് വെള്ളം കുടിക്കുന്നതും ഒക്കെ അനോഷിന് സാധിച്ചു. രോഗിയുടെ മാതാപിതാക്കൾക്ക് അനോഷിനെ കാണാനും ഐസിയുവിൽ അനോഷിനൊപ്പം സമയം ചെലവഴിക്കാനും കഴിഞ്ഞു. കൂടുതൽ സങ്കീർണതകൾ ഒന്നുമില്ലാതെ അനോഷിന്റെ ഈ സുഖം തുടർന്നാൽ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അനോഷിനെ ഐസിയുവിൽ നിന്നും മാറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നാണ് ഹോസ്പിറ്റൽ ടീമിൽ നിന്നും ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്, പലരോടായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ വാർത്തയ്ക്കൊപ്പം തന്നെ മറ്റൊരു വിഷമകരമായ ഒരു ഭയാനകമായിട്ടുള്ള ഒരു വാർത്ത കൂടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അത് വേറൊന്നുമല്ല, ഈ കോടാലിയിലെ കടമ്പോടുള്ള ഈ കുട്ടികൾ കിടന്നിരുന്ന ഈ മുറിയിൽ പാമ്പ് കടി ഏറ്റെന്ന് പറയപ്പെടുന്ന ഈ മുറിയിൽ വീണ്ടും ഒരു ശംഖുവര ഇനത്തിൽപ്പെട്ട വളവളപ്പൻ, അതുപോലെ തന്നെ വെള്ളിക്കട്ടൻ എന്നീ പറയുന്ന ഈ കടിച്ച അതേ വർഗത്തിൽപ്പെടുന്ന കുട്ടികളെ കടിച്ച അതേ വർഗത്തിൽപ്പെടുന്ന ഒരു പാമ്പിനെ വീണ്ടും കണ്ടെത്തിയിരിക്കുകയാണ്. 7:30 കൂടി നാട്ടുകാർ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് സ്ക്വാഡ് പറഞ്ഞു. ഇവിടെ സ്ഥലത്തെത്തിച്ചേർന്ന് ആ പാമ്പിനെ കൊന്നിട്ടുണ്ട്. അത് കൂടാതെ ഈ വീട്ടിലേക്ക് ഇപ്പോൾ തുടർച്ചയായി ഈ വീട്ടിൽ എങ്ങനെ പാമ്പ് എത്തുന്നു, അതോടൊപ്പം തന്നെ ഈ വീട്ടിലേക്ക് എത്തുന്ന പഴുതുകളെല്ലാം തന്നെ, ചെറിയ ചെറിയ പഴുതുകൾ വീടിന്റെ സൈഡിലുള്ളതെല്ലാം തന്നെ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് സ്ക്വാഡും നാട്ടുകാരും ചേർന്ന് അടച്ചുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ പിറകുവശത്തു നിന്നൊക്കെ വരുന്ന ചെറിയ ചെറിയ പൊത്തുകളും ചെറിയ ചെറിയ ദ്വാരങ്ങളും ഉള്ളതൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് നാട്ടുകാരും ഫോറസ്റ്റ് സ്ക്വാഡും ചേർന്ന് ഈ പ്രദേശത്തെ മണ്ണുകൾ ഇളക്കി പാമ്പിന് കഴിയാൻ പറ്റുന്ന രീതിയിലുള്ള പൊത്തുകളെല്ലാം തന്നെ അടച്ച് കളഞ്ഞത്. അതുപോലെ തന്നെ മണ്ണുകൾ ഇളക്കിയുള്ള ഇടപെടൽ നടത്തിയത്. കൂടാതെ പല സ്ഥലങ്ങളിലും തീയിട്ട് ഈ പാമ്പ് കഴിയുന്ന പൊത്തുകളും ഇതൊക്കെ തന്നെ പാമ്പിനെ അവിടെ നിന്നും ഓടിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. എന്നിട്ടും ഇതിപ്പോൾ ഒരു പ്രാവശ്യം കുട്ടികളെ കടിച്ചു, രണ്ടാം പ്രാവശ്യം ബോഡി കൊണ്ടുവന്നപ്പോൾ മരിച്ച ഇളയ കുട്ടി അൾജോയുടെ മൃതശരീരം കൊണ്ടുവരുന്ന സമയത്ത് പാമ്പിനെ കണ്ടു. ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ പാമ്പ് ഈ വീട്ടിൽ എത്തിയിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും വിരൽ ചൂണ്ടുന്നത് ഈ പാമ്പിന്റെ കുഞ്ഞുങ്ങൾ അവിടെയൊക്കെ ആ പരിസരങ്ങളിലുണ്ട്. ഇത് വളരെ ഗൗരവപൂർണ്ണമായിട്ട് സംവിധാനങ്ങൾ കാണണം. ഈ വിഷയത്തിൽ സത്യമായി ഇടപെടണം. മൂത്ത കുട്ടിയുടെ ജീവൻ, ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥനയ്ക്കൊടുവിലാണ് ഇന്ന് സന്തോഷകരമായ വാർത്ത കേട്ടത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം കൂടി വീണ്ടും അതേ വീട്ടിൽ തന്നെ ഈ ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട ഈ വെള്ളിക്കട്ടൻ എന്ന് പറയുന്ന ഈ ഇനത്തിൽപ്പെട്ട ഈ പാമ്പിനെ വീണ്ടും കണ്ടിരിക്കുന്ന വാർത്ത അറിയുന്നത്. മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ വീടിന്റെ ഈ കുട്ടികൾ കിടക്കുന്ന ഈ കിടപ്പുമുറിയിനുള്ളിൽ ഈ പാമ്പിനെ കണ്ടിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ടൈലിട്ട വീടിന്റെ ഉള്ളിലേക്ക് ഈ പാമ്പ് എത്തിച്ചേരണം എന്ന് പറയാൻ സാധിക്കുന്നില്ല. ഫോറസ്റ്റ് സ്ക്വാഡും നാട്ടുകാരും ചേർന്ന് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സകല പഴുതുകളും അടയ്ക്കാനായിട്ടുള്ള രീതിയാണ്. കാരണം എങ്ങനെ ഈ പാമ്പിന്റെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ഈ കിടപ്പുമുറിയിലേക്ക് എത്തുന്നു എന്നുള്ളത് ന്യായമായും ഒരു ചോദ്യം തന്നെയാണ്. വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ അവിടെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. നന്ദി, നമസ്കാരം.